2019 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളിലെ പാളി ചെന്നൈയിൽ പൂജയ്ക്കും പ്രദർശനത്തിനും വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതായി സംശയിക്കാവുന്ന തെളിവുകളും പുറത്തുവന്നു. നടൻ ജയറാമിന്റെ വീട്ടിൽ ഈ പാളികൾ എത്തിച്ച് പൂജ ചെയ്തിട്ടുണ്ട്. പാളികൾ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയാണ് ജയറാമിന്റെ വീട്ടിലെ പൂജയുടെ കാര്യം പുറത്തുവിട്ടത്. 2020 ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം പറയുന്നത്. സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് ജയറാമിന്റെ വീട്ടിൽ പൂജിച്ചു എന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഇതിന് മുൻകൈയെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ഇതുകൂടാതെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്ന പൂജയിൽ നടൻ ജയറാം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇത് സംബന്ധിച്ച് ജയറാം മാതൃഭൂമി ന്യൂസിനോട് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇങ്ങനെ പാളി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ താനാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത് വീട്ടിലെത്തിച്ച് പൂജ ചെയ്താൽ കൊള്ളാമെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തെ എനിക്ക് ശബരിമലയിൽ വെച്ച് പരിചയമുണ്ട്. എല്ലാ മകരവിളക്കിന് പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാറുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ വെച്ചെടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഈ കാണുന്ന നടയുടെ അറ്റകുറ്റപ്പണികളും ബാക്കിയെല്ലാം ചെയ്ത് ഫുൾ സ്വർണം പൂശി ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള കുറച്ച് വ്യവസായികളെല്ലാം ചേർന്നിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മെഡ്രാസിലുള്ള ഒരു ഫാക്ടറിയിലാണ് അതിന്റെ ഫൈനൽ ഔട്ട്കം വരുന്നത്. അപ്പൊ മെഡ്രാസിൽ ഉണ്ടെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്നെ വിളിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അതിനുശേഷം ഇതായപ്പോ അദ്ദേഹം വിളിച്ചു, അടുത്ത ആഴ്ച ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ശബരിമലയിലേക്ക് പോകുന്ന ഒരു നടയും അതിന്റെ കട്ടളയും ദ്വാരപാലക ഇതൊക്കെ ഒന്ന് തൊട്ട് തൊഴാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയതല്ലേ. അതേസമയം ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഫോട്ടോഷൂട്ടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘടിപ്പിക്കാറുള്ളതിന്റെ തെളിവുകളും മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടു. സെക്രട്ടേറിയറ്റ് വളപ്പിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. ആംബുലൻസ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ പോറ്റി സംഘടിപ്പിച്ചത്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊപ്പമുള്ള ചിത്രവുമുണ്ട്. പോലീസ് ആസ്ഥാനത്തെത്തി ADGP S ശ്രീജിത്തിനെ ആദരിക്കുകയും ചെയ്തു. ആ ചിത്രവും പുറത്തുവന്നു. സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ഉപഹാരം നൽകിയാണ് ചിത്രമെടുത്തത്. ഈ ചിത്രങ്ങളൊക്കെ കാട്ടിയാകും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതര സംസ്ഥാനങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരെ ചാക്കിലാക്കിയിട്ടുണ്ടാവുക. ഏതായാലും ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.